ഞാൻ ഷാബിൻ വർക്കിലേക്ക് പോകുന്നു. ഷാബിൻ വർക്കി, ഇത് കോവിഡിൻ്റെ ആ തരംഗം ഏതാണ്ട് കഴിയുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം ലോകായുക്തയിലെ കേസ്, അതിനുശേഷം ഇപ്പോൾ CAG. നമുക്ക് ഓർമ്മയുണ്ട്, ആ കാലം അതൊരു വല്ലാത്ത കാലമാണ്. നമ്മളൊക്കെ വല്ലാതെ ഭയന്ന കോവിഡിൻ്റെ ആദ്യ തരംഗം, ഒരുപാട് പേർ മരിച്ചുപോയ വല്ലാത്തൊരു കാലം. ആ വല്ലാത്തൊരു കാലത്ത് ഇത് നമുക്ക് ഈ പറയുന്ന എപ്പിഡമിക് എന്ന് പറയുന്ന അതിൻ്റെ പൂർണ്ണതോതിൽ നമ്മൾ ആദ്യം അനുഭവിച്ച ഒരു കാലയളവ്. ആ കാലത്ത് ചിലപ്പോൾ സർക്കാരിന് പിഴവുകൾ ഉണ്ടായേക്കാം, ഒരു അസാധാരണ നീക്കത്തിലേക്കൊക്കെ പോയേക്കാം. അത് ആ കാലത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഇത് കാട്ടുകൊള്ളയാണ് എന്ന് നിങ്ങൾ പറയുന്നതും? അബിൻ. ഹാഷ്മി, ഇത് വളരെ കൃത്യമായി ഈ പുര കത്തുമ്പോൾ വാഴ വയ്ക്കുക എന്നുള്ള ആ പ്രയോഗത്തെ അർത്ഥവത്താക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം ആമുഖമായി പറയാം. അതായത് ഇപ്പോൾ CAG കണ്ടുപിടിച്ചിരിക്കുന്നത് കേവലം 25.5 കോടി രൂപയുടെ സ്ക്രൂട്ടണി മാത്രം ചെയ്തപ്പോഴാണ് 10.5 കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് 1500 കോടി രൂപയുടെ മുകളിലുള്ള പർച്ചേസാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്ക്രൂട്ടണി നടന്നിട്ടില്ല എന്നുള്ളത് ആമുഖമായി പറയാം. ഈ വിഷയത്തിൽ എന്താണ് ഞങ്ങൾ പറയാൻ കാരണം? ഇപ്പോൾ 28-ാം തീയതി ഒരു കമ്പനി, അനിത ടെക്സ്റ്റോകോട്ട എന്ന് പറയുന്ന കമ്പനി 25,000 PPE കിറ്റ് കേവലം 550 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ അയക്കുന്നു. സർക്കാർ പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് 25,000 ഞങ്ങൾക്ക് വേണ്ട, പകരം 10,000 PPE കിറ്റ് ഞങ്ങൾ 550 രൂപയ്ക്ക് മേടിക്കാമെന്ന് പറയുന്നു. 29-ാം തീയതി 3 കമ്പനികൾ, അത് 1 ബയോമെഡിക്സ്, 2 ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്റ്റ്, 3 കെയറോൾ, ഈ 3 കമ്പനികൾ 29-ാം തീയതി എത്ര രൂപയ്ക്കാണ് നമുക്ക് തരാമെന്ന് പറയുന്നത്? 456 രൂപ, 472 രൂപ, 483 രൂപ, അതായത് 500 രൂപയിൽ താഴെ നമുക്ക് PPE കിറ്റുകൾ തരാമെന്ന് പറയുന്നു. നമ്മൾ അവരുടെ കരാർ അവിടെ ഒപ്പിടാൻ നിൽക്കുമ്പോഴാണ് മുംബൈ ആസ്ഥാനമായിട്ടുള്ള സാൻ ഫാർമ എന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് അതേ ദിവസം 1550 രൂപയ്ക്ക് PPE കിറ്റുകൾ വാങ്ങിക്കാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിലാണ് ഇവിടെ അഴിമതി നമ്മൾ പറയുന്നത്. ഇപ്പോൾ CAG 300%-ലധികം തുക കൊടുത്ത് PPE കിറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നും അതിൽ 10.5 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം സർക്കാർ പറയുന്ന ന്യായഗതികളൊക്കെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യത്തെ ന്യായഗതി, 1 കോവിഡ് കാലഘട്ടമാണ്, നമ്മളൊക്കെ പേടിച്ചിരുന്നൊരു കാലഘട്ടമാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ സാധന സാമഗ്രികൾക്ക് ലഭ്യമാകുന്നതിനുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായിരുന്നല്ലോ സർക്കാരിൻ്റെ വാദഗതി. അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി 25,000 PPE കിറ്റുകൾ തരാമെന്ന് പറഞ്ഞ, അത് 550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ 10,000 മേടിക്കുള്ളൂ. അപ്പോൾ 15,000 PPE കിറ്റുകൾ അവിടെ വീണ്ടും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. 29-ാം തീയതി ഇപ്പോൾ 456-നും 472-നും 483-നും കിട്ടുന്ന കമ്പനികൾ, ആ കമ്പനികളുടെ കയ്യിൽ ആവശ്യത്തിലധികം PPE കിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ സാൻ ഫാർമ എന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് 1550, ഒന്ന് ആലോചിക്കുക ഹാഷ്മി, ഇന്നൊരു കടയിൽ പോയി ഒരു സാധനം 10 രൂപയ്ക്ക് മേടിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്നേ ദിവസം തന്നെ മറ്റൊരു കടയിൽ നിന്ന് 300 രൂപയ്ക്ക് മേടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ഈ PPE കിറ്റിലുണ്ടായത്. ഇത് 3 പേര്. ഇതിൽ അഴിമതി എവിടെയാണ്? അഴിമതി എവിടെയാണെന്ന് പറഞ്ഞാൽ ശ്രീ KK ശൈല ടീച്ചർ വളരെ കൃത്യമായി പറഞ്ഞു. കാരണം എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. 1, കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി ഒപ്പിട്ടിട്ടാണ് ഞങ്ങൾ ഇത് നടത്തിയത്. അപ്പോൾ അതായത് കേരളത്തിലെ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട 3 പേരും അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയാണ് എന്ന് ഇന്ന് CAG കണ്ടെത്തിയിരിക്കുകയാണ്.